നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കോടിമത പാലത്തിൽ തന്നെയാണ്. ഇന്ന് രണ്ടാം ദിവസമാണ്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. റോഡിൽ ഇന്ന് കാര്യമായ കുരുക്കില്ല. നമ്മുടെ അധികൃതരാരും ഇടപെട്ടത് കൊണ്ടല്ല ഇന്ന് ഈ കുരുക്ക് ഒഴിവായത്. കോടിമത പള്ളിപ്പുറത്തുകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഒരു പറ്റം യുവാക്കളാണ് ഈ കുരുക്ക് ഒഴിവാകാൻ കാരണമായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ റോഡിലെ ഗതാഗത കുരുക്കിന് കാരണമായിരുന്ന ഈ പാലത്തിലെ കുഴി, കോടിമത പാലത്തിലെ കുഴി ഇന്നലെ രാത്രി ഒരു സംഘം യുവാക്കൾ മണ്ണിട്ട് അടച്ചിരിക്കുകയാണ്. ഈ നാട്ടുകാർ നിരന്തരമായി കുഴിയിൽ വീഴുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഒരു സംഘം യുവാക്കൾ സന്നദ്ധ സേവന രംഗത്ത് മുന്നോട്ടിറങ്ങി വന്ന് റോഡിലെ കുഴി അടയ്ക്കാൻ തയ്യാറായത്. ഇന്നലെ രാത്രി ഏതാണ്ട് 10:30 കൂടിയാണ് ഈ റോഡിലെ കുഴി ഇവർ ഈ പ്രദേശത്ത് തന്നെ ലഭിക്കുന്ന മണ്ണിട്ട് മൂടിയിരിക്കുന്നത്. ഏതായാലും അവർ തങ്ങളുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇവർ പറയുന്നത് തങ്ങൾ ഈ റോഡിലെ കുഴി അടച്ചത് ഒരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി മാത്രമാണ്, തങ്ങൾ പബ്ലിസിറ്റി ഉദ്ദേശിച്ചല്ല ഇത് ചെയ്യുന്നത് എന്ന് ഇവർ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ഇതുവഴി എത്തിയ കൊല്ലാട് സ്വദേശിയായ ഒരു കാർ ഡ്രൈവറാണ് ഇവർ ഈ കുഴി അടയ്ക്കുന്നത് കണ്ടത്. തുടർന്ന് ഇദ്ദേഹം കാർ നിർത്തി കാറിന്റെ വെളിച്ചം ഇവർക്ക് അടിച്ചു കൊടുക്കുകയും ഇതോടൊപ്പം ഇവർ കുഴി അടയ്ക്കുന്ന ഫോട്ടോ എടുത്ത് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ യുവാക്കൾ വലിയൊരു മാതൃകാപരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ റോഡിലെ കുഴിയടയ്ക്കാൻ സന്നദ്ധരാകാത്തൊരു സാഹചര്യത്തിലാണ് ഇവർ ഇന്നലെ ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തത്. ഏതായാലും ഇത് വലിയൊരു മാതൃക തന്നെയാണ്. ഇതിപ്പോ രണ്ടാം ദിവസവും ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവിടെ എത്താനോ ഈ കുഴി അടയ്ക്കാനോ തയ്യാറായില്ല. വരും ദിവസങ്ങളിൽ ഈ മണ്ണിട്ട് വെറുതെ മൂടിയിരിക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങൾ കയറുമ്പോൾ ഈ മണ്ണ് അടർന്നു നീങ്ങി കൂടുതൽ വലിയൊരു കുഴി രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്ത ദിവസങ്ങളിലെങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തുകയും ഈ റോഡ് ടാർ ചെയ്യുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കോട്ടയം കോടിമതയിൽ നിന്നും ടീം ജാഗ്രത.